ഇസ്രയേൽ ആക്രമണത്തിൽ ദുരിതത്തിലായ ഗാസയിലെ ജനതയ്ക്ക് സഹായവും പിന്തുണയുമായി തിരിച്ച സന്നദ്ധ പ്രവർത്തകരുടെ കപ്പൽ ഇസ്രയേൽ തടഞ്ഞു. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ്, യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമ ഹസൻ ഉൾപ്പെടെ 12 പേരാണ് കപ്പലിലുള്ളത്. പലസ്തീൻ അനുകൂല ഫ്രീഡം ഫ്ലോട്ടില കോയിലിഷൻ സംഘടിപ്പിച്ച യാത്രയാണ് ഇസ്രയേൽ കമാൻഡോകൾ തടഞ്ഞത്. ഗ്രേറ്റയെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലി ആക്രമണത്തിലും ഉപരോധത്തിലും ദുരിതത്തിലായ ഗസയിലെ ജനങ്ങൾക്ക് സഹായവുമായി മാനുഷിക സംഘടനകളുടെ കൂട്ടായ്മയായ ഫ്രീഡം ഫ്ലോട്ടില സഖ്യം സജ്ജമാക്കിയ കപ്പലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഇസ്രായേൽ തടഞ്ഞത്. ഇസ്രായേലിന്റെ ഉപരോധം ലംഘിച്ച് ഗസയിൽ കടക്കുകയെന്ന ലക്ഷ്യത്തോടെ പുറപ്പെട്ട കപ്പൽ തടയണമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. സംഘത്തെ തടഞ്ഞുവെച്ചത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങളും പുറത്തുവന്നു. ലൈഫ് ജാക്കറ്റിട്ട് കൈകൾ ഉയർത്തിയ സംഘം കപ്പലിൽ ഇരിക്കുന്ന ചിത്രം റിമ ഹസൻ ഉൾപ്പെടെയുള്ളവരുടെ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. മെഡിറ്ററേനിയൻ ദ്വീപായ സിസിലിയിലെ കറ്റാനിയയിൽ നിന്ന് ജൂൺ 1-നാണ് മെഡ്ലിൻ കപ്പൽ പുറപ്പെട്ടത്. ഗസയിൽ എത്തിച്ചേരാൻ FFC നടത്തുന്ന 2ാമത്തെ ശ്രമമാണിത്. ആദ്യ ദൗത്യം മാൾട്ട തീരത്ത് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് നിർത്തിവയ്ക്കുകയായിരുന്നു. ഗസയിലേക്ക് പുറപ്പെട്ട സെലിബ്രിറ്റികൾ അവസാനിക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. എന്നാൽ കപ്പൽ പിടിച്ചെടുത്ത് ഇസ്രായേൽ തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്ന് ഗ്രേറ്റ തുൻബർഗ് പറഞ്ഞു. ഗസയിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധി ഉയർത്തിക്കാട്ടുക എന്നതാണ് ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന് സഖ്യം പറയുന്നു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ 108 പേരാണ് കൊല്ലപ്പെട്ടത്. ഭക്ഷണം തേടിയെത്തിയവർക്ക് നേരെ സേന നടത്തിയ വെടിവെപ്പിൽ 13 മരണം കൂടി. ഇന്ധനം തീർന്നതോടെ അവശേഷിച്ച ഗസ ആശുപത്രികളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.